അത് ചേച്ചി ഞാൻ പറഞ്ഞതല്ലേ ഇവർക്ക് മനസ്സിലാകില്ലെന്ന്. അങ്കിളെ, ഇത് ആക്ച്വലി ഇത് ഞങ്ങളുടെ ഒരു പാരമ്പര്യമായി ചെയ്തു വരുന്ന ഒരു ആചാരമാണ്. അതായത് ചെക്കൻ പെണ്ണുവീട്ടുകാരെ ആദ്യമായിട്ട് കാണുമ്പോ ഇങ്ങനെയാ കാണുന്നത് അല്ലേ, മുഖത്ത് കരി തേച്ചിട്ട്. അതായത് കണ്ണ് തട്ടാതിരിക്കാൻ. പ്രീതു, പ്രീതു നിക്ക്. പ്രീതു റോഡിലേക്ക് പോവില്ലേ, നിക്ക്. ഞാൻ പോലീസുകാരനാണ്, ചുറ്റി വളഞ്ഞൊന്നും സംസാരിക്കില്ല. അതുകൊണ്ട് ഞാൻ കാര്യം പറയാം. ബാർബി ഞങ്ങളുടെ ഒരേ ഒരു മകളാണ്. അവളുടെ കല്യാണം ഞാൻ നന്നായി ആലോചിച്ച് നടത്തൂ. ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അതിൽ ചിലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കില്ല. പക്ഷെ എന്നാലും അങ്കിൾ അങ്കിൾ അമരീഷ് പുരി ആണെങ്കിലേ ഞാനും ഷാറൂഖ് ഖാനേക്കാളും ചെറുതൊന്നുമല്ല. അങ്കിളിന്റെ പരീക്ഷയിൽ ഞാൻ വിജയിച്ചിരിക്കും. എന്നിട്ട് കണ്ടോ, അങ്കിള് തന്നെ പറയും, പൊയ്ക്കോ ബാർബി പൊയ്ക്കോ, പോയി നീ നന്നായി ജീവിച്ചോളൂ. തോളില് കൈയും അനാവശ്യ സംസാരവും എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഈ വീടൊന്ന് കാണണം. വീട് കാണിക്കാലോ? ഇത് നെയ്യല്ല, നെയ്യുടെ എസൻസ്. ഒന്ന് പോകുന്നേ, പോയി മാനേജ് ചെയ്യാം.
അമ്മയുടെ ഫോട്ടോ ഇവിടെ എന്ത് ചെയ്യാ? അങ്കിൾ, അങ്കിൾ എന്റെ പ്രീതു പ്രീതു ആ, പ്രീതു മോളെ ഇവിടെ നിക്ക്. മോളെ അമ്മ, 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 അമ്മ കേക്ക് അമ്മ, അമ്മ റോഡിലോട്ട് എന്തിനാ പോയത്? പ്രീതു അമ്മ, അമ്മ, എന്നെ എളിന്നത് അടച്ചിട്ടമ്മ. അമ്മ എന്തിനാ പുറത്തു വന്നത്? അമ്മ നിൽക്കമ്മ പോലെ അമ്മ, ഞാൻ ഇവിടെയുണ്ട്. മോളെ ആ, ആ, ആ. അമ്മ ഞാൻ ഇതിനകത്ത് പെട്ടുപോയമ്മ. ആങ്ങളെന്നെ അടച്ചിട്ടമ്മ. എനിക്ക് മാജിക്കും ചെയ്യാൻ പറ്റണില്ല. ഓ, ഓ. പ്രീതു പ്രീതു മോളെ 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 നീ എവിടെയാ? എനിക്ക് പേടിയാവുന്നു മോളെ. അമ്മ, അങ്കിളെ, ഈ വീട് ഞങ്ങളുടെ മുത്തച്ഛൻ പണിയിച്ചതാ 1946-ൽ. പിന്നെ ആന്റി, ഞങ്ങളുടെ മുത്തച്ഛനുണ്ടല്ലോ 1942-ൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മോനെ, യുദ്ധമല്ല, പോരാട്ടം. അത് ശരി, ഏത് പോരാട്ടം? അത് അത് പിന്നെ 1942 എന്റെ അച്ഛനും പോരാട്ടത്തിൽ പങ്കെടുത്തിരുന്നു. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ അങ്കിൾ. മോനെ, നിന്റെ പ്രായവും നല്ലതാ, പക്ഷെ കുറച്ച് സെൻസിന്റെ കുറവുണ്ട്. വരൂ അങ്കിൾ, വരൂ, ഇതുവഴി പോവാ. ഹേ മൈക്ക്, ഈ ഇറ്റാലിയൻ പീസ് കണ്ടോ? അറിയോ, ഇത് കാണും പോലെയല്ല, ഇതിലിനി ചുറ്റിക എടുത്ത് അടിച്ചാൽ പോലും ഇത് പൊട്ടത്തില്ല. സത്യമാണോ? ഇതത്ര സ്ട്രോങ് ഒന്നും അല്ല. അതെ, ഇതായിരുന്നില്ല അത്. ദേ ആയിരിക്കുന്നില്ലേ അത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകില്ല. എന്റെ അമ്മയെ കൊല്ലല്ലേ. മിസ്റ്റി,
അവരെ രക്ഷിക്കണേ. ആന്റി, ദേ ആ ലൈറ്റ് കണ്ടായിരുന്നോ? അതെന്റെ അമ്മ പാരീസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എങ്ങനെയുണ്ട്? കണ്ടിട്ട് ബലമുള്ളതാന്ന് തോന്നുന്നു. മൈക്കിന് അവിടെ എത്താൻ പറ്റില്ലല്ലോ. ഛേ, വിട്. അല്ല നീലിമാദേവി, ഇവൻ എന്തൊക്കെ കള്ളമായി പറയുന്നത്? സ്കൂളിൽ ഇവൻ ഇങ്ങനെ തന്നെയായിരുന്നു. ഇത്രയും കള്ളം പറയുന്നത് ശരിയല്ല. സൂര്യചേട്ടാ, ഇടയ്ക്ക് കയറി പറയേണ്ട ഒരു കാര്യവുമില്ല. കള്ളം പറയുന്നതിന് നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു കള്ളം കണ്ട് ഒരാളുടെ ജീവിതം രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് സത്യവാ. മനസ്സിലായില്ലേ? നടക്ക് നടക്ക്. ഇതാരാ? മാമിയുടെ ചെറിയച്ഛന്റെ മോള്. മോള്. ചെറിയച്ഛന്റെയോ മാമിയുടെയോ? കൺഫ്യൂസ് ആയില്ലേ നിങ്ങള്? കൺഫ്യൂസ് ആയില്ലേ? തോന്നിയതാ ചെറിയച്ഛൻ മാമി. ആക്ച്വലി അങ്കിൾ, ഞങ്ങളുടെ അകന്നൊരു ചെറിയച്ഛനുണ്ട്. അദ്ദേഹം അകന്നൊരു മാമിയെ ലവ് മാരേജ് ചെയ്തു അല്ലേ? ഇതിപ്പോ ആ ചെറിയച്ഛന്റെയും മാമിയുടെയും മോളാണ്. ഇവരിപ്പോ US താമസിക്കുന്നത്. US? അതെ അതെ. അമ്മ, എന്റെ അമ്മ നിങ്ങളല്ലേ എടുത്തത്? എന്തിനാ എന്നെ മേടിച്ചത്? ആരാ നിങ്ങൾ? എന്തിനാ എന്നെ പാവ എടുത്തത്? എന്തിനാ എന്റെ അമ്മ എടുത്ത്? എന്നെ എന്താ തിരിഞ്ഞു നോക്കാത്തത്? എവിടെ പോയ ജീത അങ്കിൾ? അങ്കിൾ, അങ്കിൾ എവിടെ പോയി? അങ്കിൾ, ആ റൗഡി അങ്കിൾ എവിടെ പോയി? എന്താ എന്ത് പറ്റി? പപ്പയുടെ മുന്നിൽ വെച്ച് നീ എന്നെ നോക്കുന്ന പോലുമില്ലല്ലോ. നിന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അടുത്ത് കാണണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്റെ അച്ഛനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആളെ പാട്ടിലാക്കാൻ നിന്നെ കഴിഞ്ഞേ ഉള്ളൂ. എന്ത് ചെയ്യാനാ? നീ അത്രയ്ക്ക് സുന്ദരിയല്ലേ? എന്താ ഇത്? നീ എന്നോട് പറഞ്ഞത് പോലുമില്ലല്ലോ നിനക്ക് ഇത്രയും പ്രോപ്പർട്ടി ഉണ്ടെന്ന്. നീ എന്നോട് പറഞ്ഞത് സിറ്റിയിൽ നിനക്ക് ആകെ ഒരു വീടുണ്ടെന്നല്ലേ. പക്ഷെ ഇതൊരു കൊട്ടാരല്ലേ. പറയാത്തത് എന്തേ? അതായത് ഈ പ്രോപ്പർട്ടി നിന്റെ അച്ഛന് കൊച്ചിയിലോ കോഴിക്കോടോ മൂന്നാറിലുള്ള പ്രോപ്പർട്ടിയുടെ അത്രയൊന്നും വരില്ലല്ലോ.
പിന്നെ നിനക്കറിയാലോ ഞാൻ നിന്നോട് ഈ വക കാര്യങ്ങളൊന്നും എന്താ പറയാത്തതെന്ന്. എന്താ? കാരണം ഞാൻ നിന്നെ പണത്തിലും ക്ലാസ്സിലും ഒന്നും ഇംപ്രസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. പ്രണയത്തിൽ ഇംപ്രസ് ചെയ്യാനാണ് ആഗ്രഹിച്ചത്. അയ്യേ ബാർബി, നീ കരയുകയാണോ? ഒന്നുമില്ലെങ്കിലും നീ ആലോചിച്ചല്ലോ, ബാക്കിയുള്ള കുട്ടികളെ പോലെ എനിക്കും ഇംപ്രസ് ആകാൻ ഇഷ്ടമാണെന്ന്. ഞങ്ങൾക്കും അവകാശമുണ്ട് ചൂസ് ഓർ റിജക്ഷൻ ചെയ്യാനും. ബാർബി, സത്യമാ ഞാൻ ഈ പറയുന്നത്. നീ ഒരിക്കലും എന്നെ എന്റെ ലുക്കിലോ ബോഡിയോ നോക്കി ജഡ്ജ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളതാ, എപ്പോഴും തടിച്ചു പെൺകുട്ടിയാണോ അവള്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തണം. ആരെ കിട്ടിയാലും കുഴപ്പമില്ല, അതിനി ആരായിരുന്നാലും ശരി, ഡിവോഴ്സി അല്ലെങ്കിൽ അങ്കിളായിരുന്നാലും മതി. അങ്ങനെ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ കല്യാണം നടത്ത്. അല്ലാതെ ഈ 110 കിലോ ബോഡി വെയിറ്റ് ആരാ ചുമക്കാൻ ആഗ്രഹിക്കുക? ഇല്ലില്ല, അങ്ങനെയൊന്നും പറയില്ല ബാർബി. സത്യമാ ഞാൻ ഈ പറയുന്നതൊക്കെ. നിനക്കറിയാമോ, എന്റെ കോളേജിലും സ്കൂളിൽ പോലും എന്റെ ഒരു കൂട്ടുകാരും ഒരിക്കൽ പോലും എന്നെ ഒരു ആൺകുട്ടിയുടെ കൂടെ ലിങ്ക് പോലും ചെയ്തിട്ടില്ല. കാരണം തടിച്ചു പെൺകുട്ടികൾക്ക് എന്താ, അവർക്കൊരു ലവ് സ്റ്റോറി ഇല്ലല്ലോ. നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും തടിച്ചു പെൺകുട്ടിയുടെ സ്റ്റോറി വളരെ ഈസി ആയിട്ട് ഹാപ്പി എൻഡിങ്? നീ കണ്ടിട്ടുണ്ടോ? തടിച്ച പെൺകുട്ടികൾക്ക് എപ്പോഴും കോംപ്രമൈസ് മാത്രമേ നടക്കാറുള്ളൂ, അതല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ഡീൽ. കാരണം പ്രിൻസ് ചാമിങ്ങിനെ സ്വപ്നം കാണുക എന്നുള്ളത് അത് മെലിഞ്ഞ പെൺകുട്ടികളുടെ അവകാശമല്ലേ? ഞങ്ങൾക്കൊന്നും ലവ് സ്റ്റോറി ഇല്ലല്ലോ. ബാർബി, പ്ലീസ് അങ്ങനെയൊന്നും പറയില്ലേ.